തുലാമാസത്തിലെ വിശാഖം നാളിലാണ് നമ്മുടെ ഋത്വി തേജസിൻ്റെ ജനനം, AKA ഗുൽസു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് പിറന്നാൾ ആഘോഷിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതാവുമ്പോൾ തേജസേട്ടൻ്റെ ഫാമിലിക്കും അടുത്താണല്ലോ, അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും വരാൻ പറ്റും. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗുൽസുമായിട്ടുള്ള ഒറ്റയ്ക്കുള്ള ട്രെയിൻ യാത്ര. ഒറ്റയ്ക്കെന്ന് ഉദ്ദേശിച്ച് ഒരാൾ ഗുൽസുവിനെ എടുക്കേണ്ടി വരും, ബാക്കിയുള്ള ആൾ ലഗേജ് എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു യാത്രയായതുകൊണ്ട് തന്നെ അധികം വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല, ഫോണകത്തേക്ക് കയറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫോണെല്ലാം ബാഗിൽ വെച്ച് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. കാരണം നമ്മൾ വെറുതെ അവിടെ അങ്ങനെ ഒരു നിയമമുള്ളപ്പോൾ അതിനെ ലംഘിക്കണ്ടല്ലോ. അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്നാണ് പിന്നെ 2-3 ഫോട്ടോയെങ്കിലും എടുത്തത്. പിന്നെ നല്ല വെയിലായിരുന്നു. ഗുൽസൂനാണെങ്കിൽ വേഗം തല വേർത്ത് നീരിറക്കം പ്രശ്നങ്ങളൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വെയിലത്ത് നിർത്തി ഇതാക്കണ്ട, കാരണം അത്രയ്ക്ക് വെയിലായിരുന്നു. ഗുൽസൂൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, അത്ര വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ നന്നായി തൊഴാൻ പറ്റി. ഭഗവാന്റെ അടുത്ത് തന്നെ നമ്മൾ ഗുൽസൂൻ്റെ പിറന്നാൾ ചോറ് കഴിച്ചു. അങ്ങനെ എല്ലാം വളരെ ഐശ്വര്യത്തോടെ നടന്നു. പിറന്നാൾ ആഘോഷമൊക്കെ ഗംഭീരമായി. ഗുൽസുവിൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും എല്ലാവരുടെയും കൂടെ ഗുൽസു വളരെ ഹാപ്പി ആയിട്ട് പിറന്നാൾ ആഘോഷിച്ചു. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സായ ശ്രീജാൻറ്റി, ഗണേശങ്കൾ, അതുപോലെ തേസേൻ്റെ ചെറിയമ്മയൊക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ട്രിവാൻഡ്രത്ത് തലേദിവസം നിൽക്കുക ചെയ്തത്. ഇന്നിപ്പോൾ തേസേൻ്റെ അച്ഛനമ്മ, ചേച്ചി, ഹസ്ബൻഡ്, ജിത്തേട്ടൻ, ഭാനു എല്ലാവരും ഹോട്ടലിൽ സ്റ്റേ ബാക്ക് ചെയ്യാണ്. നമ്മൾ തൊട്ടടുത്ത് തന്നെ ലുലു ഉള്ളു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി വരാമെന്ന് പ്ലാൻ ചെയ്തു. എനിക്ക് ഗുൽസുവിന് പഴവങ്ങാടി, ശ്രീകണ്ഠേശ്വരം, ആറ്റുകാല്, കരിക്കകം അങ്ങനെ കുറേ അമ്പലങ്ങളിൽ തൊഴിയിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും പഴവങ്ങാടിയും ശ്രീകണ്ഠേശ്വരത്തൊക്കെ നമുക്ക് നന്നായി തൊഴാൻ പറ്റി. തിരിച്ച് റൂമിലേക്ക് വന്ന് നന്നായിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് രാത്രിയാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയത്. അപ്പോൾ ലുലുവിൽ തന്നെ പോയിട്ട് പാരഗണിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ കറങ്ങാനൊന്നും പറ്റില്ല, കാരണം ഗുൽസുവിന് ഭയങ്കര ഉറക്കം വന്ന് കരച്ചിലൊക്കെ ആയി. രാവിലെ നേരത്തെ എണീറ്റാണല്ലോ. അപ്പോൾ നമ്മൾ വേഗം തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. നെക്സ്റ്റ് ഡേ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്ക് അന്ന് ഈവനിങ് ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ തേസേൻ്റെ അച്ഛനും അമ്മയ്ക്കും വേറെ സ്ഥലത്തേക്ക് പോകണം നെക്സ്റ്റ് ഡേ. അപ്പോൾ എന്തായാലും നമുക്ക് അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. എന്നിട്ട് നമുക്കതിൻ്റെ അടുത്ത ഡേ തന്നെയായിരുന്നു ദുബായിലേക്കുള്ള ഫ്ലൈറ്റും. ദുബായിലെ കാഴ്ചകളൊക്കെ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഗുൽസുവിൻ്റെ ആദ്യത്തെ കേക്ക് കട്ടിങ് നടന്നത് നമ്മുടെ അറ്റ്ലാന്റിസ് റോയലിൽ വെച്ചിട്ടായിരുന്നു. അത് എനിക്ക് തന്നെ അറിയില്ല, അത് ഈ ബോട്ടൻ സർപ്രൈസായിട്ട് പ്ലാൻ ചെയ്താണ്. ഞങ്ങളോട് ഡിന്നർ കഴിക്കാൻ പോകാമെന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി. രാത്രി ഒരു ചെറിയ കേക്ക് കട്ടിങ് പോലെ പ്ലാൻ ചെയ്താണ്. ആരും ഉണ്ടായിരുന്നില്ല. അത് ഈ ബോട്ടൻ വെറുതെ ഒരു സർപ്രൈസായിട്ട് നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മിനി കേക്ക് കട്ടിങ് ആയിരുന്നു. ഗുൽസു ആണെങ്കിൽ എന്ത് കേക്ക് എന്ത് ഹോട്ടൽ എന്നുള്ള രീതിയിൽ നല്ല ഉറക്കമായിരുന്നു. പക്ഷേ കേക്ക് വന്നപ്പോൾ കറക്റ്റ് ഗുൽസു എണീറ്റു കേട്ടോ. അപ്പം അങ്ങനെ ഗുൽസുവിൻ്റെ ആദ്യത്തെ കേക്ക് കട്ടിങ് ഇവിടുന്ന് നടന്നു. നെക്സ്റ്റ് ഡേ ആയിരുന്നു ഗുൽസുവിൻ്റെ ബർത്ത്ഡേ പാർട്ടി എന്ന് പറയാനായിട്ട് നമ്മൾ ഫാമിലി വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദുബായിൽ തന്നെ നമുക്ക് ഒരുപാട് കസിൻസും റിലേറ്റീവ്സും ഉണ്ട്. പക്ഷേ അപ്പോൾ എല്ലാവരെയും വിളിക്കൽ നടക്കാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ 10-12 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ലിയോ ആൻഡ് ലൂണ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി അവിടെ ഉള്ളൊരു പാർട്ടി ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ ഗുൽസുവിന് വേണ്ടിയിട്ടുള്ളൊരു മിനി ബർത്ത്ഡേ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. ആൻഡ് ഇതായിരുന്നു ഗുൽസുവിൻ്റെ ബർത്ത്ഡേ കേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് പിൻട്രസ്റ്റിൽ എന്തോ നോക്കിയിട്ട് ദീപോട്ടിൻ്റെ പരിചയമുള്ളൊരു സ്ഥലത്ത് നിന്ന് ചെയ്യിപ്പിച്ചാണ്. ആൻഡ് ഇത് നമ്മുടെ കസിൻസ് നമുക്ക് അയച്ചു തന്നാണ് ഈ കേക്ക്. സോ 2 കേക്ക് ഉണ്ടായിരുന്നു. ഋത്വി AKA ഗുൽസു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേക്കിലുണ്ടായിരുന്നത്. ഋത്വി എന്നുള്ള പേര് പലർക്കും അറിയുന്നുണ്ടാവില്ല. എന്നോട് ഇപ്പോഴും ചോദിക്കാറുണ്ട് ഗുൽസുവിൻ്റെ റിയൽ നെയിം എന്താണെന്നുള്ളത്. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റാർസ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞ് നമ്മുടെ മാസ്കോട്ട്സ് വന്നു. ഇതാണ് ലിയോ ആൻഡ് ലോണ. ഗുൽസുവിന് ആദ്യം ആസ് യൂഷ്വൽ കേക്ക് കട്ടിയതിന് മുന്നേ കിടന്നുറങ്ങിയെങ്കിലും ഈ മാസ്കോട്ട്സ് ഒക്കെ വന്ന് പാട്ടൊക്കെ വെച്ചപ്പോൾ ആൾ ചാർജായി. അവർ നമ്മളെ കൊണ്ട് ഡാൻസൊക്കെ ചെയ്യിപ്പിച്ചു. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗുൽസുവും എൻജോയ് ചെയ്തു. ആദ്യമൊക്കെ കുറച്ച് ഉറക്കം തൂങ്ങിയിരുന്നെങ്കിലും പിന്നെ പാട്ട് മാറ്റിയപ്പോഴാണ് ആൾ ചാർജായത്. ആദ്യം അവരുടെ കുറച്ച് ഈ ഇംഗ്ലീഷ് ആൻഡ് K-pop സോങ്സ് ഒക്കെ വെച്ചപ്പോൾ ആൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കുറുക്കൻ മോണിക്ക അതൊക്കെ വെച്ചപ്പോൾ ഗുൽസു ഫുൾ ചാർജായി. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ലൊരു
ക്യൂട്ട് മെമ്മറി ആയിരുന്നു എന്തായാലും ഗുൽസുവിൻ്റെ ബർത്ത്ഡേ. പിറന്നാളായാലും ഡേറ്റ് ഓഫ് ബർത്ത് ആയാലും ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ ഏറ്റവും വലിയ മിസ്സിങ് എന്ന് പറഞ്ഞാൽ തേജസേട്ടൻ തന്നെയാണ്. തേജസേട്ടൻ ഇല്ലാത്തതിൻ്റെ ഭയങ്കര ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ വൈഫിൻ്റെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ബർത്ത്ഡേ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നറിയാം. യെസ്, ഇതും എന്താ പറയുക പാർട്ട് ഓഫ് ലൈഫാണല്ലോ. പക്ഷേ സൂൺ തേജസേട്ടൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. ആൻഡ് നമുക്കപ്പോൾ ഒരുമിച്ച് ബർത്ത്ഡേ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ദാ ഗുൽസുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേക്കാട്ടിലും സ്പെഷ്യലായിരിക്കും. കാരണം നമ്മുടെ കുട്ടിയുടെ ആദ്യത്തെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് സ്പെഷ്യലല്ലേ. എന്തായാലും ആ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ നികത്തും. വന്നിട്ട് നമ്മൾ അതിനുള്ള എല്ലാം അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു. ഇനി ഗുൽസ് പെട്ടെന്ന് തന്നെ ഓടിച്ചാടി നടക്കട്ടെ, ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ നിങ്ങളും നമ്മളെ പ്രാർത്ഥനയിൽ വെക്കണം. യെസ്, അപ്പോൾ ഒരു once again wishing my little ഗുൽസു ഹാപ്പി ബർത്ത്ഡേ. ഇതൊക്കെ ഗുൽസു വലുതായിട്ട് ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും. അമ്മേ അച്ഛ എന്താ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈ വീഡിയോ കാണിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ദീപോടനോട് ഭയങ്കര താങ്ക്സ് ഉണ്ട്. ദീപോടനാണ് ഇതൊക്കെ പ്ലാനിങ് മെയിനായിട്ട് ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഫാമിലി, എൻ്റെ കസിൻസ്, എല്ലാവരും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉറക്കത്തു നിന്നാണ് ഈ ഒരു വൈൻഡപ്പ് എടുക്കുന്നത്. ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ എൻജോയ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഒന്നും വ്ളോഗ് കവർ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. ഐ വാസ് ഹെൽപ്ലെസ്. ഗുൽസുവിൻ്റെ ഒരു ഡേ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ചെറിയ ടെൻഷൻ എന്നല്ല, ഈ യാത്രയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല എങ്ങനെ എല്ലാവരും മാനേജ് ചെയ്യണം ഈ വീഡിയോ എടുക്കാൻ. എന്നെ കൊണ്ട് പറ്റിയില്ല. അത് ആസ് എ ഒരു കോണ്ടൻറ് ക്രിയേറ്റർ എന്ന് അല്ലെങ്കിൽ ആസ് എ ഒരു വീഡിയോ എടുക്കുന്ന ആളെന്നുള്ള രീതിയിൽ അതെൻ്റെ പരാജയമാണെന്ന് എനിക്കറിയാം. എന്നാലും എനിക്കത് മാനേജ് ചെയ്യാൻ ഞാൻ പഠിച്ചു വരണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ റിയലി സോറി നിങ്ങൾ ഡിസപ്പോയിൻറ്റ് ചെയ്തു എങ്കിൽ. നിങ്ങളിപ്പോൾ ഭയങ്കര ഒരു ബർത്ത്ഡേ വ്ളോഗൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല. ഞാൻ റിയലി സോറി. എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഫിഗർ ഔട്ട് ചെയ്യണം ഇതെങ്ങനെ മാനേജ് ചെയ്യുക എല്ലാം കൂടി എന്നുള്ളത്. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് അഭിപ്രായങ്ങൾ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.